വരുത്തി അതിന്മേന്മ അറിയുവാനായി ചേറു പരിശോധനകൾ വരുത്തി പെരുകി അതിൽ പൊന്നുകിടം ഉരുകി ചൂടധികം പെരുകി അതിൽ പൊന്നുകിടം ഉരുകി അതിൻ നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. ഹല്ലേലൂയ. അതിൻ അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു ചൂടധികം ചൂടധികം പെരുകി അതിൽ പൊന്നുകിടം ഉരുകി ചൂടധികം പെരുകി അതിൽ പൊന്നുകിടം ഉരുകി അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. അതിൻ കീടം അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. അതിൻ അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. ഒരിക്കൽ കൂടെ പറഞ്ഞേ അതിൻ അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു. കഷ്ടതയാകുന്ന തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് അതിന് പിന്നിൽ ചില പദ്ധതികളുണ്ട്. പൊന്നിന്റെ അകത്തെ കീടം മാറ്റി ശുദ്ധിയുള്ളതായി മൂല്യമുള്ളതായി മാറ്റുന്നത് പോലെ ദൈവത്തിന് അതിനകത്ത് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഓ അതിൻ കീടം അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. പുത്രനാകുവാൻ താൻ ശിക്ഷണത്തിൽ വളർത്തി നടത്തി എന്നിഷ്ടമഖിലവും താൻ തടുത്തു. എന്നെ ഏറ്റവും പാകപ്പെടുത്തി. എന്നെ ഓഹോ ഇഷ്ടമഖിലം തടു എന്നെ പാകപ്പെടും. ഓ ഇഷ്ട
പാകപ്പെടുത്തി എന്നെ ഏറ്റം പാകപ്പെടുത്തി. Amen. Praise God. ഈ പകൽ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി 138 സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 138 സങ്കീർത്തനം അതിന്റെ 8ാമത്തെ വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവയെ നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈയുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. 138 സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെ താൻ അനുഭവിച്ചറിഞ്ഞു. താൻ പറയുകയാണ്, ഞാൻ കഷ്ടതകളിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഉറപ്പതാണ്. കഷ്ടത കൊണ്ട് അവസാനിക്കുകയല്ല, കഷ്ടതയുടെ നടുവിൽ കൂടി നടന്ന് ജീവൻ പ്രാപിക്കുകയാണ്. 8ാമത്തെ വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. വളരെ പരിചിതമായൊരു വേദഭാഗം. ഇതിനു മുമ്പ് നാം ഒരിക്കലും ഒന്ന് ചിന്തിച്ചൊരു വേദഭാഗവും കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വാക്യം പിന്നെയും എൻ്റെ മനസ്സിനകത്ത് വളരെ ശക്തമായി നൽകി. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മോട് വീണ്ടും സംസാരിക്കട്ടെ. ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമുണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരണം പ്രാപിക്കുക. ഒരു വീട് പണിയാൻ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വിദ്യാഭ്യാസം ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു യാത്ര ആരംഭിച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ്. തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പൂർത്തീകരിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരുപക്ഷെ മാനുഷിക കഴിവുകൾ കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ ആരംഭിച്ച പലതിനും അവസാനിപ്പിക്കാൻ പറ്റാതിരിക്കും. പക്ഷേ ഉറപ്പോടെ ഒരു ഭക്തൻ പറയുക, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ചിലതിന്റെ ഒക്കെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നയിക്കും. ഇത് യഥാർത്ഥത്തിൽ ഒന്നുകൂടെ പഠിച്ചാൽ, ഈ വാക്യത്തിന്റെ അർത്ഥങ്ങൾ ഒന്നുകൂടെ പഠിച്ചാൽ, എനിക്ക് വേണ്ടി ഉള്ളതിനെ ദൈവം സാധിപ്പിക്കും. എനിക്ക് വരേണ്ടതിനെ ദൈവം എനിക്ക് വരുത്തി നൽകി പൂർത്തിയാക്കും. അതാണ് എന്റെ അർത്ഥം. എനിക്ക് സംഭവിക്കേണ്ടതും എന്നിൽ നടപ്പിലാകേണ്ടതും എനിക്ക് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്നതുമായത് പൂർത്തിയാക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ദാവീദ് ഈ വാക്യം പറയുമ്പോ തന്റെ വ്യക്തിപരമായ തീരുമാനമായി, വ്യക്തിപരമായ ഉറപ്പായിട്ടാണ് പറയുന്നത്. എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? സമാപ്തി വരുന്നു. ദാവീദ് അതിന്റെ ജീവിതത്തിലെ അനുഭവം കഷ്ടതയിൽ കൂടെ നടന്നതല്ലേ? ദാവീദ് പറഞ്ഞു. പക്ഷേ എത്ര കഷ്ടതയിൽ കൂടെ നടന്നാലും എന്റെ പൂർത്തീകരണം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പ്രാരംഭത്തിൽ നമ്മുടെ ആരാധനാ സെക്ഷൻ ഇങ്ങനെ ഓർപ്പിച്ചതുപോലെ ആത്മാവാകുന്ന വഴികാട്ടി നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം വീട്ടിലെത്തിയിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് ആത്മീയ വിഷയത്തിലാണെങ്കിലും സമാപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ നിങ്ങൾ സമാപിക്കുന്നത്? ആരംഭിച്ചത് ആത്മാവിലാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരാ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഓട്ടം എങ്ങനെയുണ്ട്? ആരംഭിച്ചത് നന്നായിട്ടാണ്, ഓടി തുടങ്ങിയത് നന്നായിട്ടാണ്. കണ്ടിട്ടില്ലേ? ഓട്ടത്തിൽ തുടക്കം വളരെ സ്പീഡിൽ വളരെ നന്നായി ഓടിത്തുടങ്ങി ഇടയ്ക്ക് വെച്ച് തളർന്നു പോകുന്നത്. അതുകൊണ്ടാണ്
എബ്രായലേഖന കർത്താവ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പൂർത്തി വരുത്തുന്നവൻ, സമാപ്തി വരുത്തുന്നവൻ ദൈവമോ. ആത്മാവിൽ ആരംഭിച്ച് ഇടയ്ക്ക് വെച്ച് ജഡം കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ ഓട്ടം തികയ്ക്കണം. പൗലോസ് പറയുന്നു, ഞാൻ ഓടി തികച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പിടിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എനിക്കും ലഭ്യമാകുമോ എന്ന് ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? പിന്തുടരുന്നതേ ഉള്ളൂ, ഓടുന്നതേ ഉള്ളൂ. എന്റെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ആവലോട് ഓടുക. പക്ഷേ അവസാന നിമിഷം താൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഓട്ടം തികച്ചു. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ ഇടയ്ക്ക് വെച്ച് താൻ പറഞ്ഞു, എനിക്ക് ഓട്ടം ഓടി തികയ്ക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് ഞാൻ ഓടുക. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി അവൻ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുക. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയാം, ഓടി ആരംഭിച്ചിട്ട് അവസാനം ക്ഷീണിക്കരുത്. ഇന്ന് സ്തോത്രം, നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച പലരും ഇന്ന് വിശ്വാസ ലോകത്തിലില്ല. ഈ പ്രാരംഭ നിമിഷം ഞാൻ പറയാം, നമുക്ക് ഓടി തികയ്ക്കാൻ കഴിയണം. അവസാനം പറയണം, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. ആമേൻ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഓട്ടം ഓടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലോത്തിൻ ഭാര്യ പോലെ പിൻപിൽ നോക്കി നിന്നു. കാട് മേട് കണ്ട് നീ സംശയിച്ച് നിന്നാൽ ഓടിച്ചെല്ലാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർത്തീകരണം വരുത്തണം. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ടാണ് യൂദായുടെ വായിക്കുന്നത്, സ്വന്തം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഓരോ ദിവസവും പറയണം, അപ്പാ എനിക്ക് ഓടി തികയ്ക്കാൻ നിന്റെ കൃപ വേണം, നിന്റെ ശക്തി എനിക്ക് വേണം. പലപ്പോഴും കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ അപ്പാ നിന്റെ കൈ എന്നെ താങ്ങി. കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ആത്മീയ ജീവിതത്തിന്റെയും പൂർത്തീകരണം വരുത്തേണ്ടത് കർത്താവാണ്. കൃപയ്ക്കായി യാചിക്കണം, ഓട്ടം ഓടി തികയ്ക്കണം. സ്തോത്രം. ഞാൻ എല്ലാ വാക്യങ്ങളിലേക്കും പോകാതെ പറഞ്ഞു വരാം. ഫിലിപ്പിലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ 1:4 അവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും, പൂർത്തീകരണം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആദാം പാപം ചെയ്ത നിമിത്തമായി രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരാൻ കഴിയാതെ പോയ മനുഷ്യവർഗം, സമാപ്തിയിലേക്ക് വരാൻ കഴിയാതിരുന്ന മനുഷ്യവർഗം, പക്ഷേ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ഒരുത്തൻ, ഹല്ലേലൂയ, സ്വന്തം തോളിൽ തലയായിച്ചുകൊണ്ട് 3 ആളുകൾ തൂങ്ങപ്പെട്ടതിന്റെ പ്രാണനെ വിട്ടപ്പോ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്. സകലവും വൃത്തിയായി. കണ്ടോ? മനുഷ്യകുലത്തിന് ലഭ്യമല്ലാതിരുന്ന രക്ഷ കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കി. ഇനി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ കേൾക്കുന്ന ഫേസ്ബുക്കിലൂടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയാം, ഇതുവരെ കാൽവരി ക്രൂശിൽ കൂടിയുള്ള രക്ഷയുടെ പൂർത്തീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, കാൽവരി കുളമരത്തിൽ നമുക്ക് വേണ്ടി അർക്കപ്പെട്ട ദൈവകുഞ്ഞാടിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചു. സ്തോത്രം. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഭോജനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, നിനക്ക് വേണ്ടത് എന്നെയാണ്, ഇതാ ഞാൻ വരുന്നു. കണ്ടോ? നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഓക്കെ, ഞാൻ എല്ലാ വാക്യം എടുക്കുന്നില്ല. സ്തോത്രം. വീണ്ടെടുപ്പ് അപ്രാപ്യമായിരുന്നപ്പോ, സ്തോത്രം, സഹോദരൻ ശവക്കുഴി കാണാതെ അവന് മറുവിലയായി കൊടുക്കാൻ, അവന് വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ ഒരു മനുഷ്യന് കഴിയാതിരുന്നപ്പോൾ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എഫേസ്യർ വായിക്കുന്നു, നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് കുരിശില. ഇന്ന് പകൽ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ വെറുതെ ഇരിക്കരുത്. ഇന്ന് പകലും ഇതിനകത്തിരുന്ന് സന്തോഷിക്കാൻ കാരണം കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം അവൻ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. താൻ തന്നെ കഷ്ടം അനുഭവിച്ചു,
താനെല്ലാം പൂർത്തിയാക്കി. അപ്പോൾ ഒന്നാമത് ഞാൻ പറയാം, നമ്മുടെ ആത്മീക ജീവിതത്തിന് അവൻ പൂർത്തീകരണം വരുത്തുന്നു. ഞാൻ ഈ ദൂത് ആലയത്തിനകത്തും ഭവനത്തിൽ ഇരിക്കുന്നവരോട് മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം ശ്രമിക്കുന്നവരോട് പറയാ, എനിക്കും നിങ്ങൾക്കും വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്നത് കാൽവരി ക്രൂശിലാണ്. അത് അനുഭവിച്ച ദൈവമക്കൾ ഇത് മകൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. കാലങ്ങളുടെയും ആട്ടുകൊറ്റങ്ങളുടെയും രക്തത്തിന് പാപമോചനം വരുത്താൻ കഴിയാതിരുന്നപ്പോ, അവൻ ദൈവത്തിന് പ്രസാദമായി തീരാൻ കഴിയാതിരുന്നപ്പോ, അവൻ കാൽവരി ക്രൂശിൽ ഒരു പരമയാഗമായി തീർന്നത് കൊണ്ട് ഞാനും നിങ്ങളും അനുഭവിച്ച് വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിനായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ക്രൂശിൽ വെച്ച് അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്. സകലവും. ഇനി അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ യാതൊന്നും, സ്തോത്രം, ഇവിടുത്തെ യാതൊന്നും വീണ്ടെടുപ്പിന് സാധ്യമാകില്ല. കർമ്മങ്ങൾ കൊണ്ടോ, യാഗങ്ങൾ കൊണ്ടോ, വഴിപാടുകൾ കൊണ്ടോ, നേർച്ച കാഴ്ചകൾ കൊണ്ടോ, അർപ്പണങ്ങൾ കൊണ്ടോ, ആരാധനകൾ കൊണ്ടോ, ഒന്നുകൊണ്ടും അവൻ വീണ്ടെടുപ്പ് സാധ്യമാകില്ല. ഒരേ ഒരു കാര്യം, യേശുവിൽ കൂടിയുള്ള പാപമോചനം പ്രാപിക്കുക. കാൽവരി ക്രൂശിൽ കൂടെ വീണ്ടെടുപ്പ് അനുഭവിക്കപ്പെട്ട ദൈവമക്കൾ ഒരിക്കൽ കൂടെ സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി, ശബ്ദമുയർത്തി അതിന് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ സമാപ്തി വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നോക്കുക. കൊടുത്തലേക്ക് വരുമ്പോൾ 2 Corinthians 1:19-20 വാക്യങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. സ്തോത്രം. അതിനും അവനാൽ മഹത്വം വരേണ്ടതിന് ആമേൻ എന്നും തന്നെ. അതിന്റെ അർത്ഥം എന്താ? ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്രകാരം തന്നെ, അങ്ങനെ തന്നെ. എന്ന് വെച്ചാൽ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ല. അത് അങ്ങനെ തന്നെ. വിശ്വസിക്കാമോ? അത് പൂർത്തിയാക്കാൻ കഴിവുള്ളവനാ വാഗ്ദത്തം നൽകിയത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ദൈവം ഒരു വാഗ്ദത്തം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞവസാനിപ്പിക്കാനല്ല, അത് ചെയ്തു തീർക്കാൻ കഴിവുള്ളവനായതുകൊണ്ടാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഭാഗം എനിക്ക് ഒന്നുകൂടെ പറയാം. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോ മോശയോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഇറച്ചി വേണമല്ലേ, ഞാൻ ഇറച്ചി തരാം. 1 അല്ല 2 അല്ല 20 അല്ല, 1 മാസം അല്ല, നിങ്ങൾ നിങ്ങൾ കോക്കാനം വരുവോളം ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരും. മോശ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ നീ എന്ത് ചെയ്യാൻ പോവാ? നിനക്ക് അറിയത്തില്ല ഞങ്ങൾ എത്ര പേരുണ്ടെന്ന്, അറിയത്തില്ലേ? നീ എന്താ ഈ പറയുന്നേ? ഇത്രയും വലിയ ജനസമൂഹത്തിന് എങ്ങനെ കാര്യം നടക്കുന്നത്? ഇതെങ്ങനെ പറ്റും? അതിന് മറുപടിയായി കർത്താവ് പറഞ്ഞ പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കൈ കുറുതായി പോയോ? ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് മകൻ ഞാൻ പറയാ, എന്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞു സന്തോഷിപ്പിക്കുന്നവരല്ല, ദൈവം പ്രവർത്തിച്ചു സന്തോഷിപ്പിക്കുന്നവൻ. അറിയാതെ വാക്യം ചേർന്ന് പറയാ, ദൈവമേ നീ നിന്റെ പ്രവൃത്തി കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദൈവം. ഇത് മകൻ ഞാൻ ശക്തമായി പറയാ, ആത്മാവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാവ് ഒരു അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു സന്തോഷിപ്പിക്കുന്നവനല്ല, അതിനെ പൂർത്തിയാക്കുന്നവൻ. ഇത് മകൻ വിശ്വസിക്കുക. നിന്റെ കുടുംബത്തോട്, നീ തലമുറയോട്, ദൈവസഭയോട് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ എന്റെ കർത്താവിന് കഴിയും. Praise God. Praise God. അയ്യോ പറ്റിയില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചു ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്നാ. പക്ഷെ ബുദ്ധിമുട്ടാകട്ടോ, നടക്കത്തില്ലെന്ന് മനുഷ്യൻ പറയും. പക്ഷേ സ്തോത്രം, ദൈവം പറയുന്നു, ഞാൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് തന്നെ. ആമേൻ, ആമേൻ, അങ്ങനെ തന്നെ. അതിനൊരു മാറ്റം വരികയില്ല. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഇങ്ങനെ ഉറപ്പിച്ചു പറയാ, എന്റെ ദൈവം സമാപ്തി വരുത്തുമെന്ന് പറഞ്ഞാൽ സമാപ്തി വന്നിരിക്കും. എത്ര മുടക്കമുണ്ടാക്കാൻ, എത്ര തടസ്സമുണ്ടാക്കാൻ, എത്ര വൈകിപ്പിക്കാൻ പിശാച് ശ്രമിച്ചാലും ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, എന്റെ ദൈവം ചിലതിന് പൂർത്തീകരണം വരുത്താൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വൈകിപ്പിക്കുന്ന, താമസിപ്പിക്കുന്ന, അവൻ മുടക്കം വരുത്താൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ കണ്ട് ജനം ഭയപ്പെടരുത്. ആത്മാവിൽ പറയുക, എന്റെ ദൈവം എനിക്ക് സമാപ്തി വരുന്നു. ജീസസ്, ജീസസ്, ജീസസ്.
അതുകൊണ്ടാണ് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്, വ്യാജം പറയാൻ ഞാൻ മനുഷ്യനല്ല, അനുദപിപ്പാൻ ഞാൻ മനുഷ്യപത്രനല്ല. അയ്യോ, ഞാൻ അന്ന് വെറുതെ പറഞ്ഞതാ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെ അല്ലായിരുന്നു പറഞ്ഞ് എന്ന് പറയുന്നത് മനുഷ്യന്. എത്രയോ മനുഷ്യൻ നിന്നോട് അങ്ങനെ പറഞ്ഞ് വാക്ക് മാറ്റി. അവൻ ഉറപ്പ് പറഞ്ഞ പലരും സമയം വന്നപ്പോ കാലുമാറി. പക്ഷെ എന്റെ ദൈവം പറഞ്ഞത് വ്യാജമല്ല. നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ നീ ഡേറ്റ് എഴുതി വെച്ച അവൻ ദൂതുകളില്ലേ, നീ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിക്കുന്ന ദൂതുകളില്ലേ, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, അത് ഞാൻ ഫുൾഫിൽ ചെയ്യാൻ പോകുകയാ. ഞാൻ വ്യാജം പറഞ്ഞിട്ടില്ല കുഞ്ഞേ. ഓ ആരോടൊക്കെയോ ഇന്ന് പകലും ആത്മാവ് ഒരിക്കൽ കൂടി ആ ദൂത് കൺഫേം ചെയ്യുന്നു. ഓ ജീസസ്, നിന്റെ ഡയറിയിൽ നീ കുറിച്ചു വെച്ച ഡേറ്റ് ഇല്ലേ, നിന്റെ ബൈബിളിന്റെ സൈഡിൽ നീ എഴുതി വെച്ച ഡേറ്റ് ഇല്ലേ, ആ ഡേറ്റ് ദൈവം തന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എന്റെ ദൈവം നൽകിയ ദൂത്, എന്റെ ദൈവം നൽകിയ ആലോചന, അതിന് മാറ്റം വരുത്താൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. Hallelujah, 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 hallelujah. ദൈവത്തിന്റെ ദൂതുകൾ എത്ര ശ്രേഷ്ഠമാണ്, ദൈവത്തിന്റെ ആലോചനകൾ എത്ര വലുതാണ്. അവൻ വ്യാജം പറയുന്നവനല്ല. ഈ ഭാഗം ചിന്തിക്ക്. അവൻ സ്തോത്രം തുറന്നു പറഞ്ഞ ഈ വചനമൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് അവൻ നല്ല രാത്രി ഞാൻ പോയി കിടന്നപ്പോ പെട്ടെന്ന് കർത്താവ് എനിക്ക് നൽകിയൊരു വാക്യം ഇവിടെ ചേർന്ന്, അപ്പോൾ എനിക്ക് കിട്ടിയതല്ല, രാത്രി കിടക്കുമ്പോ ആത്മാവ് എനിക്ക് അതിനോട് ചേർന്ന് ചില ദൂത് കൂടെ നൽകി. അവൻ യോശുവയുടെ പ്രവചനത്തിലെ ഒരു വാക്യം 21-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം എന്നെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തി. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യം, ഈ യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി. ആമേൻ പറയോ? കിട്ടിയ വാക്യം യോശുവ 21:45. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ, ഒന്നും വൃഥാവാകാതെ, ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി. ഇന്ന് പകൽ ഉറപ്പായി ഞാൻ പറയാ, ദൈവം ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ഏതെങ്കിലും ഒരു ദൂത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വൃഥാവാകുകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാം നിവർത്തിയാകും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയല്ലോ, അവേ ഞാൻ പോയി കിടന്നപ്പോൾ ആത്മാവിനോട് ഈ വാക്ക് പറഞ്ഞു, സകലതും നിവർത്തിയായി. വിശ്വസിക്കുക, എല്ലാം ഫുൾഫിൽ ആവും, എല്ലാം സമാപ്തിയാവും. വൈകുന്നത് കൊണ്ട്, തടസ്സമുണ്ടാകുന്നത് കൊണ്ട് ഇതൊന്നും നടപ്പിലാകില്ലെന്ന് ചിന്തിക്കരുത്. നടപ്പിലാവും. അതരം തുറന്ന് പറയണം. പിശാച് കേൾക്കാൻ നീ പറയണം, എന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ എല്ലാം നിവൃത്തിയാകും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്, സാഹചര്യം അല്ല വാഗ്ദത്തം നിയന്ത്രിക്കുന്നത്. കേട്ടോ, ഇന്നിന്റെ സാഹചര്യം അല്ല വാഗ്ദത്തം നിയന്ത്രിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് സാഹചര്യം മാറ്റിമറിക്കാൻ പറ്റും. അല്ലേ? ഒറ്റ സെക്കൻഡ് കൊണ്ട് കുണ്ടറെ കിടക്കുന്ന യോസഫേന്ന് ഒറ്റ കോള് മതി നീ പുറത്തു വരാൻ. ഒറ്റ കോള് മതി നിന്റെ വാചനത്തിന്റെ, നിന്നോട് ദൂതിന്റെ സമാപ്തി എത്താൻ. വിശ്വസിക്കോ? ഒറ്റ കോള് മതി. രാജാവ് കാണുന്ന ഒരു സ്വപ്നം മതി. നീ അപ്പോഴും കുണ്ടറയിലായിരിക്കാം, പക്ഷെ രാജകൊട്ടാരത്തിൽ കിടക്കുന്നവനൊരു സ്വപ്നം കൊടുത്താൽ മതി നിന്നോടുള്ള ദൂത് സമാപ്തി വരാൻ. വിശ്വസിക്കുന്നവർ വേഗത്തിൽ സ്തോത്രം ചെയ്തോളൂ. വിശ്വസിക്കുന്നവർ വേഗത്തിൽ സ്തോത്രം ചെയ്യുക. അവനത് നിവർത്തിക്കും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു 24 വാക്യം, അവനത് നിവർത്തിക്കും. എന്റെ ദൈവം ഒരു ദൂത് നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, എന്റെ ദൈവം അത് നിവർത്തിച്ചിരിക്കും. ദൈവം അത് നിവർത്തിച്ചിരിക്കും. അവൻ സമാപ്തി വരുത്താൻ കഴിവുള്ളവനാ. എന്നോട് പറയാം, സ്തോത്രം, ഇറക്കി കൊണ്ടുവന്നിട്ട് വഴിയിലിട്ടിട്ട് സോറി പറയുന്നവനല്ല, എന്റെ ദൈവം പൂർത്തീകരണം വരുത്തുന്നവനാണ്.
ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യം വായിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾ ചിലരൊക്കെ എഴുതിയെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 1:19-20 ഞാൻ പറഞ്ഞു. സംഖ്യ 23:19 ഞാൻ പറഞ്ഞു. യോശുവ 21:45 ഞാൻ പറഞ്ഞു. 1 തെസ്സലോനിക്കർ 5:24 ഞാൻ പറഞ്ഞു. യെശയ്യാ 26:12 നിങ്ങൾ വായിച്ചോളൂ. അടുത്ത ഭാഗത്തേക്ക് വേഗം അറിയാം. ഒരു കാര്യം ഓർക്കുക, സ്തോത്രം, ദൈവത്തിന് കോമണായി ഒരു ഹിതമുണ്ട്, പൊതുവായി ഒരു ഹിതമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ സ്പെസിഫിക്കായി നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. കമോൺ, കിട്ടിയോ ഞാൻ പറഞ്ഞേ? കോമൺ വിൽ ഓഫ് ഗാഡ് ആൻഡ് സ്പെസിഫിക് വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന് പൊതുവായ ചില വാഗ്ദത്തങ്ങൾ, ചില ഹിതങ്ങളുണ്ട്, പൊതുവായ ചില ഹിതങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന് സ്പെസിഫിക്കായി ചിലരെ കുറിച്ച് എന്തുണ്ട്? ഹിതമുണ്ട്. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കാൻ പറ്റണം. എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് ദൈവഹിതമുണ്ടെന്നറിയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം സ്പെസിഫിക്കായി എന്നെക്കുറിച്ച് മാത്രം. ഓ, ഞാനത് വിശ്വസിക്കുന്നുണ്ട് 100%. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് മാത്രം എന്തുണ്ട്? ദൈവത്തിന് ഒരു ഹിതമുണ്ട്. അബ്രഹാമിനോട് ദൈവം ദൂത് പറഞ്ഞു. അബ്രഹാമിനോട് ദൈവം ദൂത് പറയുന്നുണ്ട്. സന്തതികൾ ദൈവം നിനക്ക് തരും, ആകാശ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിൽ മണൽ തരിക പോലെ. അത് സ്പെസിഫിക്കാ. നിങ്ങൾ സന്തതി നിമിത്തം ഭൂമിയിലെ എല്ലാവരും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അത് കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷേ സ്പെസിഫിക്കായി പറഞ്ഞു, നിന്റെ ഭാര്യ സാറ നിനക്ക് ഒരു മകനോ. മനസ്സിലാകുന്നുണ്ടോ? സന്തതി നിമിത്തം കോമൺ ആയ ഒരു അനുഗ്രഹമുണ്ട്. പക്ഷേ സ്പെസിഫിക്കായി പറയുന്നു, അബ്രഹാമേ, ഹാഗാർ നിമിത്തമല്ല, നിന്റെ ഭാര്യ സാറാ തന്നെ എന്ത് ചെയ്യും? നിനക്കറിയാമോ വാക്യം? ഒന്നും വായിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി 21 വായിക്കുന്നത്, ദൈവം തന്റെ സമയമായപ്പോ താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. കേട്ടോ? സാറയ്ക്ക്. കാരണം അതെന്താണെന്നറിയോ? സ്പെസിഫിക് ആയിട്ട് ആർക്കുള്ള ദൂതാണ്? അബ്രഹാമിനേക്കാൾ ഞാൻ ഒന്നുകൂടെ പറയാം, അത് ആർക്കുള്ള ദൂതാ? സാറായിക്കുള്ള ദൂതാ. ഹലോ, കിട്ടിയോ ഞാൻ പറഞ്ഞേ? അതുകൊണ്ടാണ് ആ വാക്യമൊക്കെ നിങ്ങൾക്ക് അറിയാതെ ചിന്തിക്കുന്നു. സ്പെസിഫിക് ആയി പറയുന്നു, അബ്രഹാമിന്റെ സന്തതി. ഓക്കെ, ഇസ്മായിൽ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് ആ വാക്യം അറിയാം, ഭാഗം അറിയാം. ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് അബ്രഹാമിന്റെ കാര്യമുണ്ട്. കർത്താവ്, ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി, എനിക്ക് സന്തോഷമായി കർത്താവ്. ഒന്നുമില്ലെങ്കിൽ ഹാഗാരിക്കൂടാലും വേണ്ടിയില്ല, എനിക്കൊരു മോനെ കിട്ടിയല്ലോ. പക്ഷെ ദൈവം പറഞ്ഞു, നോ നോ, നിന്റെ ഭാര്യ സാറായി കൂടെ നിനക്കൊരു മോനുണ്ട്. അതാ സ്പെസിഫിക് വിൽ ഓഫ് ഗോഡ്. നീ വിചാരിക്കുന്ന സമാപ്തിയായെന്നല്ലേ? നീ വിചാരിക്കുന്ന ഇതാണ് ഓക്കെ, ഇതൊക്കെയാ, ഞാൻ അതുകൊണ്ട് സംതൃപ്തിയാ അല്ലേ? അബ്രഹാമിന്റെ കാര്യമുണ്ട്, എനിക്കത് മതി. ഇനി എനിക്ക് ഇനി പ്രാർത്ഥനയൊന്നും വേണ്ട, എനിക്ക് വലിയ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ആരെ കിട്ടി? ഇസ്മായിലിന്റെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോ അതങ്ങ് മതിയെന്ന് വെച്ചു. പക്ഷെ ദൈവം പറയും, നോ, ഇസ്മായിൽ അല്ല, നിന്റെ ഭാര്യ സാറായിൽ കൂടെ തന്നെ നിനക്കൊരു മകൻ. ഞാൻ അത് ഒന്നുകൂടെ പറയാം, അത് അബ്രഹാമിനോടുള്ള സ്പെസിഫിക് എന്നതിനേക്കാൾ ഞാൻ പറയും സാറയോടുള്ള സ്പെസിഫിക് വില്ലക്കാടാ. കിട്ടിയോ നിങ്ങൾക്ക്? എന്താ ഞാൻ പറയുന്നത്? ഓ, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ചിന്തിക്കുക. സമയം പോകുന്നു, വേഗം എന്നോട് നിൽക്കണേ. സ്തോത്രം, ശ്രദ്ധിക്കണേ. ആമേ, സ്തോത്രം. അബ്രഹാം പറയുന്നത് ഇസ്മായേൽ മതി. ദൈവം പറഞ്ഞു, നോ, നിനക്ക് ഇസ്മായേൽ അല്ല മോനെ, നിനക്ക് സാറായി കൂടി ഒരു ഇസഹാക്കുണ്ട്. ഇന്ന് പകൽ അത് തിരിച്ചറിയണം. നിനക്ക് ചിന്ത സമാപ്തിയായെന്ന ഒരു ഇസ്മായേൽ കിട്ടിയപ്പോ ഇല്ലേ? നോ, അതല്ല നിന്റെ സമാപ്തി. എന്റെ സമാപ്തി അതല്ല. എന്റെ സമാപ്തി ഇസഹാക്കാണ്. ആമേൻ. ഞാനെപ്പോഴും പറയല്ലോ, ഈ അബ്രഹാമിന് പോലും വിശ്വാസത്തിന്റെ വീരനാണെന്നും വിശ്വാസികളുടെ പിതാവാണെന്നൊക്കെ അബ്രഹാമിന്റെ ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം എന്നൊക്കെ പറഞ്ഞാലും, അബ്രഹാം പോലും ഇടയ്ക്ക് വിചാരിച്ചു ഇസ്മായേൽ കൊണ്ട് ദൈവത്തിന്റെ പരിപാടി എന്ത് ചെയ്യുന്ന? ദൈവത്തിന്റെ പരിപാടി അവസാനം എന്നോടുള്ള ദൂരമൊക്കെ എന്ത് ചെയ്തു? ഇസ്മായേൽ കൊണ്ട് അവസാനിച്ചെന്ന. വിശ്വാസത്തിന്റെ പിതാവാ, ശരിയാ. പക്ഷേ ദൈവം പറഞ്ഞു, സ്പെസിഫിക് ആയിട്ടൊരു വിൽ ഓഫ് ഗോഡ് എനിക്കുണ്ട്. എനിക്ക് എൻ്റെതായ ഒരു ഹിതമുണ്ട്. അതെന്താ അറിയോ? സാറ നിനക്ക്
അതുകൊണ്ടാണ് ഞാൻ പറയല്ലോ, ഉൽപ്പത്തി പുസ്തകം 21-1 സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അറിയത്തില്ല വാക്യം? അയ്യോ, ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ള സാറായിക്ക്. അപ്പൊ ഇത് ആർക്കുള്ള ദൂതാ? കേട്ടോ, ഇന്ന് പകൽ വിശ്വസിക്കാവോ? ഇതുപോലെ വിശ്വസിക്കാവോ? ആമേ, സ്തോത്രം. നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത് നിവർത്തിക്കപ്പെടാൻ പോകുക. അതിനൊരു സമാപ്തിയുണ്ട്. ഇശ്മായേൽ കൊണ്ട് നീ സന്തോഷിക്കരുത്, അല്പസ്വല്പം കണ്ടതുകൊണ്ട് നീ സന്തോഷിക്കരുത്. അടുത്തത് നിനക്കുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ, അതൊരു സമാപ്തിയാ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പൂർത്തീകരണമാ. ഇന്ന് പകൽ കൺഫർമേഷന് വേണ്ടി നീ ദൈവത്തോട് പറ, ദൈവമേ, നിന്റെ സമാപ്തിക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ജീസസ്. സമയം പോയ വേഗം ഒന്നുകൂടെ പറയാം. സ്തോത്രം. ദാവീദ് ആലയം പണിയാൻ ആഗ്രഹിച്ചു. മറ്റേ ഞാൻ വിട്ടു, നിങ്ങൾക്ക് മനസ്സിലായി ചിന്തിക്കുന്നു. ദാവീദ് ആലയം പണിയാൻ ചിന്തിച്ചു. ദൈവം പറഞ്ഞോ, നീ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് വിഷയം അറിയാമെന്ന് ചിന്തിക്കുന്നു. ശലോമോൻ ജനിച്ചതിന് ശേഷം അല്ല ദാവീദിനോട് ദൈവം എന്ത് ചെയ്തത്, അരുളപ്പാട് കൊടുത്തത്. ശലോമോൻ ജനിക്കുന്ന മുമ്പേ പറഞ്ഞു, നിനക്കൊരു സന്തതി ജനിക്കും. ദാവീദിനോട് പറഞ്ഞ കാര്യമാണ്. ദാവീദ്, നിനക്കൊരു സന്തതി ജനിക്കും, അവൻ എൻ്റെ നാമത്തിന് എന്ത് ചെയ്യും? ഒരു സ്തോത്രം. ആമേൻ. 2 ശമൂവേൽ പുസ്തകം 7-12 അത്. സ്തോത്രം. നീ ചിന്തിക്കുന്ന പോലെ അല്ല, നിലവിലുള്ളതല്ല എൻ്റെ സമാപ്തി. നിനക്കൊരു മകൻ ജനിക്കും. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ ദൈവം വാഗ്ദത്തം നൽകി ദാവീദിനോട്. കണ്ടോ, നിനക്ക് ജനിക്കാൻ പോകുന്ന ഒരു സന്തതി, ആ സന്തതിയാണ് എന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന സമാപ്തിയിലേക്ക് വരുന്നത്. ഞാൻ പറയല്ലോ, സമയത്തിന് ചുരുക്കം എന്റെ മുമ്പിലുള്ളത്, ഞാൻ വാക്യം വായിക്കുന്നില്ല. ആമേ, സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-15 അതെല്ലാം ഒന്ന് വായിക്കേണ്ട വാക്യങ്ങളായിരുന്നു. 8-15, 8-20, 8-24. ആമേൻ, സ്തോത്രം. ഒന്നൊന്ന് വായിച്ചാലേ അത് കറക്റ്റ്. ഒന്നിട്ട് കാര്യം പെട്ടെന്ന് വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8 20 പറയാം. 15 20. 15 വായിക്കാം. എന്റെ അപ്പനായ ദാവീദിനോട് തീവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. കണ്ടോ, 1 രാജാക്കന്മാർ 8-15 അപ്പനോട് അരുളി ചെയ്തു. എന്നിട്ട് തൃക്കൈ കൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നിവർത്തിച്ചു. 8-15, 8-20 യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിയാക്കിയിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ. കണ്ടോ, അപ്പൊ ദൂത് പറഞ്ഞു അപ്പനോട്. ജനിക്കും മുൻപേ, ശലോമോൻ ജനിക്കും മുമ്പേ ദൂത് നൽകി. പക്ഷെ അതിന് പൂർത്തീകരണം ദൈവം വരുത്തി. ഇനിയും അതിന് 24 തിരുവായു കൊണ്ട് നീ എന്റെ അപ്പനായ ദാവീദ് എന്ന ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായു കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് എന്ത് ചെയ്തു? നിവർത്തിച്ചു. കണ്ടോ, പൂർത്തീകരണം വരുത്തി. ജനിക്കും മുമ്പ് നൽകിയൊരു ദൂത്. ഞാൻ ഇന്ന് പകൽ ഈ ദൂത് ചേർന്ന് പറയാം. എന്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ തലമുറയെ കുറിച്ചൊരു ദൂത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അല്ല, ഒരുപക്ഷെ നിന്റെ തലമുറ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ദൂത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ അനുഭവം, നിങ്ങളുടെ അനുഭവമൊക്കെ അതുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാനോ എന്റെ തലമുറയോ ജനിക്കും മുമ്പേ എന്റെ മാതാപിതാക്കളോട് എന്നോടൊക്കെ ദൈവം നൽകിയ ചില ദൂതുകളുണ്ട്. ഇന്ന് പകലിൽ ഞാൻ വിശ്വസിച്ച് പറയാ, തലമുറകൾ ജനിക്കും മുമ്പേ ദൈവം നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. ഒരുപക്ഷെ എന്റെ അപ്പന്റെ കണ്ണടഞ്ഞാലും എന്നെ കുറിച്ച് എന്റെ അപ്പനോട് പറഞ്ഞ ചില ദൂത് ണ്ട്. അത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. എത്ര പേർക്ക് മനസ്സിലായി? എന്റെ ദൈവം സമാപ്തി വരുത്തുന്ന ദൈവമോ. ഇന്ന് പകരം ദൂതൊന്നോട് ഞാൻ ശക്തമായി പറയാ. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്നോട് ദൈവം പറഞ്ഞ ദൂതുണ്ട്, നിന്റെ തലമുറയോട് ദൈവം പറഞ്ഞ ദൂതുണ്ട്. അത് സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കുക. അവൻ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിരുവായു കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് എന്ത് ചെയ്തു? ദൈവം നിവർത്തിച്ചു. ഞാൻ ആ ഭാഗം വിടാം. സ്തോത്രം. വേഗം നിർത്തണം. ഇയ്യോബിന്റെ പുസ്തകം 23-14 ഇയ്യോബിന്റെ പുസ്തകം 23-14. ദൈവമക്കൾ ഈ വാക്യമൊക്കെ ഒന്ന് വായിക്കാൻ, മനസ്സിലാക്കി, അണ്ടർലൈൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 23-14 എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള പലതും
അവന്റെ പക്കലുണ്ട്. സ്തോത്രം. എന്താ? എനിക്ക് നിയമിച്ചിരിക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ ഈ പിറുപിറുപ്പും നിരാശയുടെ വാക്കും ഒക്കെ വായിന്ന് പുറത്തു വരാതെ ഈ വാക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കണം. എന്താ? എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ എന്ത് ചെയ്യും? സ്തോത്രം. എനിക്ക് എന്താണോ നിയമിച്ചിരിക്കുന്നത് അതെന്ത് ചെയ്തിരിക്കും? പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടോ? നമുക്ക് വേണ്ട ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ചിലതൊക്കെ ഹലോ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പറ, എനിക്ക് നിയമിച്ചിരിക്കുന്നത് എന്ത് ചെയ്യും? അവൻ നിവർത്തിക്കും. അവന്റെ പക്കൽ ഇങ്ങനെ പലതുമുണ്ട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവന്റെ പക്കൽ ഇങ്ങനെ പലതുമുണ്ട്. നിനക്കറിയത്തില്ല. അവനൊരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, അവനൊരു കാര്യം നിന്നെ കുറിച്ച് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്ന ദൈവമാ. നീ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് പകലും ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ദൈവം ചിലർക്ക് വേണ്ടി നിയമിച്ചതിന്റെ സമാപ്തിയിലേക്ക് ദൈവം എത്തിപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവവചനം ഇന്ന് പകൽ കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കാൻ തയ്യാറാകുക. അവൻ നിയമിച്ച ചിലതിനെ നിവർത്തിക്കുന്നു. നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തതുണ്ട് കുഞ്ഞെ, നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് കൂടെ പിറപ്പേ. ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിലതുണ്ട്. സ്തോത്രം, സ്തോത്രം. നിയമന കത്ത് കൈ കിട്ടുമ്പോഴായിരിക്കും അറിയുന്നേ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടുമ്പോഴായിരിക്കും അറിയുന്നത് അവൻ നിനക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. വിശ്വസിക്കോ? വിശ്വസിക്കോ? ആ വാക്ക് ചേർന്ന് പറഞ്ഞേ, എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവൻ നിയമിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ അവൻ നിയമിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ വിവാഹം, അവരുടെ ജോലി, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ എല്ലാം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമിച്ചിട്ടുണ്ട്. വിശ്വസിക്കേ, അവൻ നിയമിച്ചത് അവൻ നിവർത്തിക്കും. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എന്റെ ദൈവം അതിനെ പൂർത്തീകരണത്തിലേക്ക് വരുത്തും. ഞാൻ നിർണയിച്ചിരിക്കുന്നു, അത് നിവർത്തിക്കാതെ ഞാൻ കൈ മടക്കുകയില്ല. ഞാൻ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാകുന്നവൻ ആര്? എന്റെ ദൈവം ചിലത് നിർണയിച്ചിട്ടുണ്ട്. സംഗീതക്കാരൻ പറഞ്ഞ കാര്യമുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി ശകലമല്ല പറഞ്ഞു. ആ സകലത്തിനകത്ത് എല്ലാം ഉണ്ട്. നിന്റെ ആത്മീകം, ഭൗതികം, ശാരീരികം, മാനസികമായിട്ടുള്ള സകലതും അതിനകത്തുണ്ട്. അതിനെ ഫുൾഫില്ല് ചെയ്യുന്നവനാണ്, പൂർത്തീകരിക്കുന്നവനാണ് എന്റെ ദൈവം. ഇത് നമുക്ക് ധൈര്യത്തോടെ പറ. യെശയ്യാ പ്രവചനം 60:22 വാക്യം, അതൊന്ന് ഭയങ്കര അർത്ഥമുള്ള വാക്യ. വേഗം പറഞ്ഞു തരാം. യെശയ്യാ 60:22. തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. ഇപ്പം പിന്നെ പ്രശ്നം വലിയ ഇതില്ല. സ്തോത്രം. ഈ നിങ്ങൾക്ക് നമ്മുടെ റാന്നിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഞങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ എഴുതുന്നതിന് മുമ്പും പറയും, ഈ റൂട്ട് പോകുമ്പം ശബരിമല സീസൺ ആകുകയാണെങ്കിൽ റോഡ് പെട്ടെന്ന് റെഡിയാകും. കാരണം എന്നറിയോ? ശബരിമല സീസണിന് മുമ്പ് എന്ത് ചെയ്യും? റോഡൊക്കെ ഒരുമാതിരി സ്പീഡ് ശരിയാക്കും. കാരണം അറിയോ? അടുത്ത സീസൺ വരുന്നുണ്ട്. അപ്പം ഭയങ്കര സ്പീഡിൽ എന്ത് ചെയ്യും? പണി നടത്തും. ശീഘ്രമായിട്ട് ചെയ്യും. സമയമായതുകൊണ്ടാണ്. സ്തോത്രം. അതിനു മുമ്പ് വരെ കണ്ട ഭാവം നടിക്കത്തില്ല. പക്ഷെ സമയമാകുമ്പോൾ ശീഘ്രമായി. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇതിൽ കൂടുതൽ സിമ്പിൾ എനിക്ക് വരാൻ പറ്റത്തില്ല. കർത്താവ് പറയാം, നിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായിട്ടുണ്ടെങ്കിൽ, ആ വാക്കൊന്നുകൂടെ പറയാം, തക്ക സമയത്ത്. യെശയ്യാ 60:22. തക്ക സമയത്ത് ശീഘ്രമായി എന്ത് ചെയ്യും? നിവർത്തിക്കും. കർത്താവിന്റെ സമയമായാൽ പിന്നെ ഒരു ബ്ലോക്കും ഇല്ല. കർത്താവിന്റെ സമയമായാൽ പിന്നെ ഒരു തടസ്സവും ഇല്ല. കർത്താവിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ധൈര്യത്തോടെ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി നിർണയിച്ചൊരു സമയമുണ്ട്, അതിന്റെ സമാപ്തിയിലേക്ക് വരികയാണ്. അറിയാവുന്നൊരു വാക്കോടെ വേഗം പറയാം, ദർശനത്തിന് അത് വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, നിശ്ചയം, വൈകില്ല, താമസിക്കില്ല. അത് തക്ക സമയത്ത്, സമയം തെറ്റുകയുമില്ല. സമയം അപ്പൊ ദൈവത്തിന്റെ സമാപ്തിയുടെ സമയമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള സമയം. ഞാൻ ഒന്നുകൂടെ ചേർന്ന് പറയാം. മുമ്പ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം.
ഞാൻ സ്വന്തം ദിവസം ധ്യാനിച്ച് മെസ്സേജൊക്കെ റെഡിയാക്കി പോയി കിടന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു ഭാഗം കൂടെ എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മ നൽകിയ വാക്യമുണ്ട്. യെഹെസ്കേലിന്റെ പ്രവചനം 12-ാം അധ്യായം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നീട് ഇന്ന് രാവിലെയാണ് ആ വാക്യം ഞാൻ നോട്ട് ചെയ്തത്. പക്ഷേ രാത്രി കിടക്കുമ്പോൾ ആ വാക്യം എന്നോട് കർത്താവ് പറഞ്ഞു. യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ സ്തോത്രം ഞാൻ പറഞ്ഞ നടക്കത്തില്ലെന്നും സംഭവിക്കത്തില്ലെന്നും ഇനി വിഷയത്തിന് പരിഹാരമുണ്ടാകത്തില്ലെന്നും ഒക്കെ ഒരു പഴഞ്ചൊല്ലായി ദൈവം പറയുക. ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ആ പഴഞ്ചൊല്ല് ഞാൻ നിർത്തലാക്കും. ഞാൻ താമസിയാതെ പ്രവർത്തിക്കും. ഇത് മകൻ ദൂത് ഒരിക്കൽ കൂടെ പറയാ. ഞാൻ താമസിയാതെ നിവർത്തിക്കും. ആ വാക്യം ഞാൻ എല്ലാം വായിക്കുന്നതിന് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അടുത്തടുത്ത് വായിക്കണം. 22 മുതൽ 25 വരെ 28-ാം വാക്യം. അവിടെ എല്ലാം പറയുന്ന കാര്യമുണ്ട്. ഞാൻ താമസിയാതെ നിവർത്തിക്കും. എന്റെ വചനങ്ങൾ ഒന്നും താമസിക്കയില്ല. ഞാൻ പ്രസ്താവിച്ച വചനം നിവർത്തിയാകാതിരിക്കയില്ല. അത് താമസിയാതെ നിവർത്തിയാകും. എന്റെ ദൈവം ചെന്ന് പൂർത്തിയാകാൻ വരുന്നു. മറ്റവർ വിശ്വസിക്കുന്നു. എല്ലാ കടമടക്കി പ്രാർത്ഥിക്കും. കർത്താവ് ചിലരുടെ സമാപ്തിയിലേക്ക് കൊണ്ടുവരും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. പരിശുദ്ധാത്മാവി വചനം നൽകുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ചിലരോട് ദൈവിക ദൂതുകളാണ്. എനിക്ക് വേണ്ടിയുള്ളത് ദൈവം നിവൃത്തിയാക്കും. അതെന്തെന്ന് പറയാമോ? എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കും. അത് വൈകില്ല. ആ പഴഞ്ചൊല്ലി ഞാൻ നിർത്തലാക്കും. ഇനി താമസിക്കാതെ നിവർത്തിയാക്കും. എത്രവരെ വിശ്വസിക്കുന്നു? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുന്നു. നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, എല്ലാ കടമടച്ചാൽ പ്ലീസ് ഗൗരവമായ ദിവസം ഒരു നിമിഷം പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എപ്പോഴും മതി. ഞാനൊരു പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കാറില്ല. ആ പ്രസംഗത്തിന് മുമ്പിൽ, ആ സന്ദർശനത്തിന് മുമ്പിൽ ഒരു സമർപ്പിക്കാൻ സമയം നൽകും. കാരണം വചനം ഫലമായി തീരാൻ വേണ്ടിയാണ്. അതിലെന്തോന്ന് പറ. എന്നോട് പറഞ്ഞ ദൂത് നിവൃത്തിയാകും. പൂർത്തിയാക്കപ്പെടാത്ത ചിലതിനെ ഓർത്ത് നീ വിഷമിക്കുന്നെങ്കിൽ ദൈവം അത് പൂർത്തിയാക്കും. സമയമായി, ദൈവത്തിന്റെ സമയമായി. ഞാൻ തക്ക സമയത്ത് ശീഘ്രമായി അതിനെ നിവർത്തിക്കും. ഈ വാക്ക് കൃത്യമായി ഏറ്റെടുത്തു. ഞാൻ തക്ക സമയത്ത് ശീഘ്രമായി അത് പൂർത്തീകരിക്കും. ചിലതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. വിശ്വസിക്കുന്നവരൊക്കെ കൂടെ കരമർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടെ കർത്താവേ, ആത്മാവിനോട് സംസാരിച്ചതിനാണ് നന്ദി. അത് ഞങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. പലതും ആരംഭം കുറിച്ചിട്ട് ഒന്നിനും ഒരു പൂർത്തീകരണം കാണാതെ ബ്ലോക്കായി പോയത്, തടയപ്പെട്ടത്, വൈകിപ്പിച്ചത്, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചില സമാപ്തിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കണം. കാൽവരി ക്രൂശിൽ അങ്ങനെ ഞങ്ങളെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചല്ലോ. നന്ദി. ഞങ്ങളുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ അങ്ങനെ ഞങ്ങളെ സമാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനാണ് വിശ്വാസം. ഒരിക്കൽ കൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദർശനത്തിൽ അവതരിപ്പിച്ചു. ആ ബ്രാക്കറ്റ് വീണ്ടും അവസാനിക്കുന്നു. എന്റെ സമാപ്തിയിലേക്ക് വരുന്നു. ലീവ് സാക്ഷ്യം തീർന്നു. അടുത്ത അപ്പോയിന്റ്മെന്റായി. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് സമാപ്തി വരുത്തുകയുമാകിയാൽ, ഈ വചനം അത് സത്യമാകിയാൽ, നിന്റെ ഈ വചനം ഏറ്റെടുത്ത ഭവനത്തിലും ആലയത്തിലും വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിൽ നിന്നുമുണ്ട് ഈ ദൂതിനെ അപ്പോഴും വിശ്വസിച്ച, കണ്ണുമടച്ച് വിശ്വസിച്ച തന്റെ ജനത്തിന് വേണ്ടി ദൈവം സമാപ്തി വരുത്തുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കണം. ആത്മാവിന്റെ ഇടപാടുകൾ ഞങ്ങൾ വന്ന നിമിഷം മുതൽ അങ്ങയുടെ ഇടപെടലിൽ അയച്ചതുകൊണ്ട് അങ്ങേക്ക് നന്ദി. ശുശ്രൂഷകളെ മുഴുവൻ ആദരിച്ചതിനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പ്രാർത്ഥന കൈക്കൊണ്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് മകളെ ദൈവം സംസാരിച്ചതിനാൽ എനിക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ധർമാവാം
ദുഃഖങ്ങളും ആശ്വാസങ്ങളെ നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ഈ വചനം ശ്രമിച്ച എല്ലാ ദൈവങ്ങളോടും ആലയത്തിൽ ഭവനങ്ങളുമായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയങ്ങളോടും കൂടെ വിശുദ്ധന്മാരോടും കൂടെ ഇത് പ്രവേശനം വരെ ഇതേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. അടക്കപ്പെട്ട ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. സമാധാനത്തോടെ മടങ്ങി പോകാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കും.